PSC എക്സാമിന് തയ്യാറെടുക്കുന്ന ഏവരെയും പുതിയൊരു നല്ലൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലെ ദേശീയ ദിനങ്ങളും അതോടൊപ്പം തന്നെ ജ്യാമിതിക്കകത്തുനിന്ന് ഒരു പ്രോബ്ലവും നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി കാണരുത്. അത് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേശീയ ദിനങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം സരോജിനി നായിഡുവിൻ്റെ ജന്മദിനം. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. അതേ ദിവസം തന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനം. ഫെബ്രുവരി 24 സെൻട്രൽ എക്സൈസ് ദിനം. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. ഫെബ്രുവരി 13, ഫെബ്രുവരി 24, ഫെബ്രുവരി 28. 13 എന്തായിരുന്നു? ദേശീയ വനിതാ ദിനവുമാണ്. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനവുമാണ്. ഫെബ്രുവരി 24 എന്താണ് പ്രത്യേകത? സെൻട്രൽ എക്സൈസ് ദിനം. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. ഫെബ്രുവരി 28 ശാസ്ത്ര ദിനം. ഈ ഒരു 3 ഡേറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പല പ്രാവശ്യം ഒന്ന് എടുത്തൊന്ന് വായിച്ച് നോക്കുക. എഴുതി വെച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി. നമുക്ക് ഡെയിലി എടുത്ത് നോക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ എടുത്തൊന്ന് മറിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ജ്യാമിതിക്കകത്തുനിന്ന് ഒരു പ്രോബ്ലമാണ്. ഏത് ഈ ഒരു മെത്തേഡിലെ ക്വസ്റ്റ്യൻ വരുമ്പം, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർത്ത് ചെയ്തെടുക്കണം. ഇക്വേഷൻ ഓർക്കണം. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ യഥാക്രമം 22 സെൻറ്റിമീറ്റർ 16 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ യഥാക്രമം 22 സെൻറ്റിമീറ്റർ 16 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എത്രയാണ്? അപ്പം ഇങ്ങനെ തന്നിരുന്നാൽ വികരണങ്ങളുടെ നീളമാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെത്തേഡിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഫോർമുല d1 d2 by 2 ആണ്. d1 × d2 by 2. d1 × d2 by 2. അതായത് തന്നിരിക്കുന്ന രണ്ട് വികരണങ്ങളുടെ നീളം ഉണ്ടല്ലോ, 22ഉം 16ഉം, അതാണ് d1ഉം d2ഉം. വികരണത്തിന് ആദ്യത്തെ നീളം d1ഉം രണ്ടാമത്തെ വികരണം 16 d2ഉമായിട്ട് എടുക്കുക. d1 22, d2 16, 16. അപ്പം 22 × 16 ഡിവൈഡഡ് ബൈ 2. അത് ചെയ്ത് നോക്കുമ്പോൾ വെട്ടിക്കുറയ്ക്കും ഒക്കെ ചെയ്യാം. ചെയ്ത് നോക്കുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 176 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 176 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. അപ്പം ഇതിങ്ങനെ വരുമ്പോൾ വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. വികരണങ്ങളുടെ നീളം തന്നിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? d1 d2 by 2. d1 × d2 by 2 ആണ് ഇതിൻ്റെ ഇക്വേഷൻ. നന്നായിട്ട് പഠിച്ചെടുക്കുക. വിസ്തീർണം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് d1 × d2 by 2. d1 × d2 by 2. അത് കുറേ പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുകയും കേട്ട് പഠിക്കുകയും ഒരു പ്രാവശ്യം ഒന്ന് എഴുതി വെച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇനി അറിയില്ല എന്നാരും പറയരുത്. നന്നായിട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതി എടുക്കുക. അതിൻ്റെ ആൻസർ ചെയ്ത് നോക്കുക. അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരും മാത്സ് കണ്ട് പഠിക്കാൻ നോക്കരുത്. ചെയ്ത് തന്നെ പഠിക്കുക. പ്രാക്ടീസാണ് ഏറ്റവും നല്ല നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മുൻപന്തിയിലെത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കുക, ചെയ്ത് പഠിക്കുക, ഇക്വേഷൻ എഴുതി പഠിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ എടുത്തൊന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെ ദേശീയ ദിനങ്ങളും നമ്മൾ ജിയോമെട്രിക്കകത്തുനിന്ന് പഠിച്ച ഈ ഇക്വേഷനും നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.